ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം, അവിടുന്ന് മാത്രമാണ് എനിക്ക് പ്രത്യാശ. സങ്കീർത്തനങ്ങൾ 65:2 പറയുന്നു. ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയുവാനായിട്ട് പരിശുദ്ധ അമ്മ ഞങ്ങളെ ഒരുക്കിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ വീട് പൊള്ളയത്തെ എന്ന സ്ഥലത്താണ്. മാരാരിക്കുളം പഞ്ചായത്തിൽ പൊള്ളയത്തെ എന്ന സ്ഥലത്താണ് എൻ്റെ വീട്. എൻ്റെ പേര് ഏഞ്ചൽ മേരി. എൻ്റെ മോളുടെ പേര് അനുപമ. ഞാൻ 2025 ഫെബ്രുവരി 11 ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. എനിക്ക് അന്ന് 10 വർഷമായി ജോലി ലഭിച്ചിട്ട് 10 വർഷമാകുന്ന ദിവസമായിരുന്നു ഈ 2025 ഫെബ്രുവരി 11 ദിവസം എനിക്ക് ജോലി ലഭിച്ചിട്ട് 10 വർഷമായ ഒരു ദിവസമായിരുന്നു. ഞാൻ ആലപ്പുഴ ജില്ലാ കോടതിയിലാണ് ജോലി ചെയ്യുന്നത്. എൻ്റെ മോൾക്ക് വേണ്ടി സാക്ഷ്യം പറയാനും കൂടെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനുണ്ടായ ഒരു കാരണം, എനിക്ക് വളരെയധികം സാമ്പത്തികമായ ഒരു ബാധ്യതയുണ്ടായി. എൻ്റെ ബന്ധുവായ ഒരു വ്യക്തി എന്നിൽ നിന്ന് 15 ലക്ഷം രൂപയോളം കടം വാങ്ങുകയുണ്ടായി. അത് ഇരട്ടിയായി തിരിച്ചു തരാമെന്നുള്ള ഒരു ധാരണയിലാണ് അത് വാങ്ങിയത്. അദ്ദേഹം ഷെയർ മാർക്കറ്റിലൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു എൻ്റെ ബന്ധു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ പൈസ കൊടുക്കുവാനായിട്ട് എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നെങ്കിൽ കൂടി എൻ്റെ ഓഫീസിലെ ഒരു സ്റ്റാഫിനോട് വാങ്ങിച്ചിട്ടാണ്. എൻ്റെ ഓഫീസിലെ ഒരു സ്റ്റാഫ് ഒന്നും പറയാതെ തന്നെ എൻ്റെ അതിനുവേണ്ടി ഒരു എഗ്രിമെന്റ് വെക്കുകയോ ഒന്നും ചെയ്യാതെ തന്നെ ആ 10 ലക്ഷം രൂപ എനിക്ക് അദ്ദേഹം തന്ന് സഹായിച്ചു. എൻ്റെ ഒരു ഫ്രണ്ട് തന്ന് സഹായിച്ചു. അപ്പൊ തിരിച്ച് 1 ലക്ഷം കൂടെ ചേർത്ത് 11 ലക്ഷം രൂപ കൊടുക്കാമെന്നുള്ള ഒരു ധാരണയിലായിരുന്നു ഞാനത് വാങ്ങിയത്. പക്ഷേ ഈ എൻ്റെ ബന്ധുവിന് കൊടുത്തതിന് ശേഷം ഈ പൈസ എനിക്ക് തിരിച്ചു കിട്ടാനോ യാതൊരുവിധ മാർഗവും ഇല്ല. അദ്ദേഹം അത് തിരിച്ചു തരുന്നില്ല. അദ്ദേഹം തട്ടിപ്പിൽ പെട്ടുപോയി. പൈസ തിരിച്ചു കിട്ടാൻ യാതൊരുവിധ മാർഗവും ഇല്ല. എൻ്റെ സുഹൃത്തിനോട് ഞാൻ പറഞ്ഞ ഡേറ്റ് ഒക്കെ തെറ്റിപ്പോവും. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമമായി. അങ്ങനെയാണ് ഞാൻ ഇവിടെ ഉടമ്പടി നിൽക്കുവാനായിട്ട് തീരുമാനിച്ചത്. കൃപാസനത്തിൽ ഞാൻ ഒരുപാട് നാളുകൾക്ക് മുമ്പേ 10-20 വർഷം മുമ്പേ വന്ന് ഒരുപാട് നമ്മുടെ ജോസഫ് അച്ഛന്റെ കടലോര തിരുവചന ജൈത്രയാത്ര മുതൽ അദ്ദേഹത്തിന്റെ കൂടെ ആ ധ്യാനത്തിലൊക്കെ പങ്കെടുക്കുന്ന വ്യക്തിയായിരുന്നു ഞാൻ. അഖണ്ഡ ജപമാലയിലും ഒക്കെ പങ്കെടുത്ത് കൃപാസനത്തിൽ മിക്കവാറും വരുന്ന ഒരാളായിരുന്നു. പക്ഷേ എന്റെ ജോലി കിട്ടിയതിന് ശേഷം ഞാൻ അതിന്റെ തിരക്കുകളിൽപ്പെട്ട് കൃപാസനത്തിൽ വരികയോ അതിനെപ്പറ്റി ചിന്തിക്കുകയോ ഒന്നും ചെയ്തില്ല. എന്റെ മെറിറ്റിൽ മാത്രം ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. പക്ഷേ എനിക്ക് സാമ്പത്തിക ബാധ്യത വന്നപ്പോൾ ഞാൻ കരഞ്ഞു പ്രാർത്ഥിക്കുകയും ഉടമ്പടി എടുക്കാവുന്ന തീരുമാനത്തിൽ ഞാൻ ഇവിടെ എത്തിച്ചേരുകയും ചെയ്തു. ഉടമ്പടി എടുക്കാൻ വന്ന ദിവസം ഞാൻ ആദ്യമായി ചെയ്തത്, ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഓർത്തു ആദ്യം തന്നെ കുമ്പസാരിക്കണം. അങ്ങനെ ഞാൻ കുമ്പസാരിക്കാനായിട്ട് 2 മണിക്കാണ് ഉടമ്പടി ആരംഭിക്കുന്നത്. അപ്പൊ കുമ്പസാരിക്കാനായിട്ട് ഞാൻ 1:30 പോയി അവിടെ നിൽക്കുമ്പോഴും കുമ്പസാരം കിട്ടുന്നില്ല. അച്ഛൻ തിരികെ പോയി കുമ്പസാരിപ്പിക്കാനിരുന്ന അച്ഛൻ. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചതിന്റെ ദൈവം എനിക്ക് കുമ്പസാരിച്ചതിന് ശേഷം വേണം ഉടമ്പടി എടുക്കാൻ. പക്ഷേ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അച്ഛൻ വന്നു. അങ്ങനെ കൃത്യം 2 മണിക്ക് കുമ്പസാരം കഴിഞ്ഞ് എനിക്ക് ഉടമ്പടി എടുക്കാനായി പോകാൻ പറ്റി. ഈ ഉടമ്പടിയിൽ ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിക്കുകയും അവിടെ ഇരുന്ന് വേദനിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിന്റെ ഫലമായി എൻ്റെ ഈ സാമ്പത്തിക ബാധ്യത ഒരു മാസത്തിന് മുന്നേ ആയിട്ട് ഫെബ്രുവരി കഴിഞ്ഞ് മാർച്ച് മാസം ആകുമ്പോൾ തന്നെ ആ തരത്തില്ലെന്ന് വിചാരിച്ചിരുന്ന വ്യക്തി എനിക്ക് 10 ലക്ഷം രൂപയും തിരികെ തന്നു. അപ്പൊ എനിക്ക് അത് മാതാവ് മാത്രം തന്നെ, ഞാൻ എല്ലാ ദിവസവും മാതാവിനോട് വെളുപ്പിന് എഴുന്നേറ്റ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുകയും കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഉടമ്പടിയിൽ ചെയ്യുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീണ്ടും എനിക്ക് ഒരു വഴി പ്രശ്നം. ഞങ്ങൾക്ക് 10-20 വർഷമായിട്ട് ഒരു വഴി പ്രശ്നം ഉണ്ടായിരുന്നു. ആ വഴി പ്രശ്നത്തിൽ റിസർവ് നമ്പർ മാറിക്കിടക്കുകയും അയൽവക്കത്തിലുള്ള ആ വീട്ടുകാരുമായിട്ട് അവർ അത് തരാൻ തയ്യാറാകാതിരിക്കുകയും അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ. അതൊക്കെ ഞാനിവിടെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് 2-3 ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ മാർച്ച് മാസത്തിൽ ആ വീട്ടിലെ പയ്യൻ, ഒരു റിസോർട്ട് നടത്തുന്ന ഒരു പയ്യനാണ്. ആ പയ്യൻ ഞങ്ങളുടെ വീട്ടിൽ വന്ന് നിൽക്കുന്നത് രാവിലെ. ഞങ്ങൾ നിങ്ങൾക്ക് ആ വഴി തരാനായിട്ട് സന്നദ്ധരാണ്, ഞങ്ങൾക്കൊരു പ്രശ്നവും ഇല്ല, നിങ്ങൾക്ക് വഴക്കൊന്നുമില്ല. അപ്പോഴും ഞാൻ യേശുവിനെ മഹത്വപ്പെടുത്തി. എന്റെ ദൈവമേ, ഇതെന്തൊരു അത്ഭുതമാണ്. രണ്ടാമത്തെ സാക്ഷി എനിക്ക് അതാണ്. മൂന്നാമതായിട്ട് എന്റെ മൂക്കിൽ ദശ വളരുന്ന ഒരു അസുഖം എനിക്ക് ഉണ്ടായിരുന്നു. എപ്പോഴും കിടന്നുറങ്ങുമ്പോഴാണെങ്കിലും ഞാൻ ഒരു ഗായിക കൂടെയാണ്. അപ്പൊ എനിക്ക് പാടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം മൂക്കിൽ ദശ വളരുന്നതുകൊണ്ട് ഞാൻ കിടന്നുറങ്ങുമ്പോഴൊക്കെ എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷേ ഇവിടുന്ന് കൃപാസനത്തിൽ നിന്ന് തന്ന തൈലം ഞാൻ എപ്പോഴും മൂക്കിൽ പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം ആ മൂക്കിലെ ദശയും എനിക്കിപ്പോൾ മാറിക്കിട്ടി. ഇപ്പൊ എനിക്ക് ശ്വാസം എടുക്കുന്നതിനും രാത്രി കിടന്നുറങ്ങുന്നതിനും പാട്ട് പാടുന്നതിനും ഒന്നും ഒരു കുഴപ്പമില്ല. ഇതാണ് എന്റെ മൂന്നാമത്തെ സാക്ഷ്യം. നാലാമത്തെ സാക്ഷ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് എന്റെ മോളെ കുറിച്ചാണ്. എന്റെ മോള് ദൈവസ്നേഹത്തിലും വിശ്വാസത്തിലും ഒരു അല്പം കുറവുണ്ടോ എന്ന് എനിക്ക് തോന്നുമായിരുന്നു. ഞാൻ പ്രാർത്ഥിക്കുമ്പോഴാണെങ്കിലും പ്രാർത്ഥിക്കാൻ വന്നിരിക്കും, പക്ഷേ അവള് അതൊരു മന്ത്രം പോലെ, അതായത് സ്വർഗസ്നായും പരിശുദ്ധമറിയുമൊക്കെ ചൊല്ലിവിടുന്നതല്ലാതെ ഒരു വിശ്വാസക്കുറവുണ്ടോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നുമായിരുന്നു. അപ്പോഴാണ് ഇവൾക്ക് ചിക്കൻ പോക്സ് വന്നത്. കൊച്ചിന് +1 പരീക്ഷയുടെ സമയത്താണ് മോൾക്ക് ചിക്കൻ പോക്സ് വന്നത്. പരീക്ഷ ആയിരിക്കുന്ന സമയത്ത് ഹോൾ ടിക്കറ്റ് വാങ്ങാൻ പോകുന്നതിന് മുമ്പായിട്ട് ചിക്കൻ പോക്സ് വന്ന സമയത്ത് ഞാൻ ഈശോയോട് കരഞ്ഞു പ്രാർത്ഥിച്ചു, ദൈവമേ ഇവർക്ക് +1 പരീക്ഷ എഴുതാൻ പറ്റത്തില്ലല്ലോ, ഇപ്പൊ ചിക്കൻ ബോക്സ് വന്നല്ലോ, എന്ത് ചെയ്യും? അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഓർത്ത് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാം എന്നോർത്തുകൊണ്ട് ഞാൻ ആ തൈലം എടുത്ത് എന്റെ മോൾക്ക് പുരട്ടി കൊടുക്കുകയും ഉപ്പിട്ട് വെള്ളം കൊടുക്കുകയും തേൻ വായിൽ ഒഴിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അത്ഭുതം എന്ന് പറയട്ടെ, മാതാവിന്റെ തൊടല് തന്നെയായിരുന്നത്. 7ാമത്തെ ദിവസം ഇവൾക്ക് ചിക്കൻ ബോക്സിന്റെ കുരുക്കളെല്ലാം മാഞ്ഞുപോയി ആ തൈലം ഇട്ടതിന് ശേഷം.
അപ്പൊ ഞാൻ എന്റെ മോളോട് പറഞ്ഞു, ഇതൊരു വലിയ അത്ഭുതമാണ്, നീ വന്ന് മാതാവിനോട് സാക്ഷ്യം പറയണമെന്ന്. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. ഈ ഹോൾ ടിക്കറ്റ് ഇവിടെ കൊണ്ടുവന്ന് അച്ഛനെ കൊണ്ട് വെഞ്ചരിപ്പിച്ചിരുന്നു. ഹോൾ ടിക്കറ്റ് ഈ 7 ദിവസമായപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് ഈ ഹോൾ ടിക്കറ്റ് വെഞ്ചരിപ്പിച്ച് കൊണ്ടുപോയി കാശുരൂപം വെച്ചാണ് ഇവള് പരീക്ഷ എഴുതാനായിട്ട് പോയത്. അപ്പൊ ഞാൻ ഈ ചിക്കൻ ബോക്സ് മാറിയതിന് നിനക്ക് സാക്ഷ്യം പറയാമെന്ന് ചോദിച്ചപ്പോൾ ഇവള് പറഞ്ഞ്, ഞാൻ സാക്ഷ്യമൊന്നും പറയത്തില്ല, അമ്മ പോയി പറഞ്ഞാൽ മതി, എനിക്ക് സാക്ഷ്യമൊന്നും പറയാനൊക്കെ വരാൻ നാണമാണ്. പിന്നെ യൂട്യൂബിലൊക്കെ റീൽസ് ഒക്കെ ചെയ്യുന്ന കുട്ടിയാണ്, പാട്ട് പാടുകയും റീൽസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതാണ്. അപ്പൊ യൂട്യൂബിൽ കൂടെ എല്ലാവരും ഒക്കെ കാണത്തില്ലേ ഇവള് ഇത് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞ, അതൊക്കെ അവൾക്ക് ചമ്മല്. അപ്പൊ അതുകൊണ്ട് അവള് പറഞ്ഞു, ഞാൻ ഒരിക്കലും വന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നുമില്ല, അമ്മ പോയി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സാക്ഷ്യം പറയാനായിട്ട് ഇവിടെ വന്നപ്പോൾ സിസ്റ്റർ എന്നോട് പറഞ്ഞു, സാക്ഷ്യം പറയാനായിട്ട് വന്നപ്പോൾ കുർബാനയൊക്കെ ദിവസവും കൂടാറുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു, ദിവസവും കൂടാറില്ല, വല്ലപ്പോഴും ഒക്കെ കൂടാറുള്ളൂ. സിസ്റ്റർ പറഞ്ഞു, അപ്പൊ സാക്ഷ്യം പറയണമെങ്കിൽ അടുത്ത പ്രാവശ്യം പറയാം, ദിവസവും കുർബാനയൊക്കെ കൂടിയിട്ട് വരണം. അന്ന് മുതൽ കോടതിയിൽ എനിക്ക് 8:30 പോകണമെങ്കിൽ പോലും ഞാൻ എല്ലാ ദിവസവും എഴുന്നേൽക്കുന്നതിന് അരമണിക്കൂർ മുന്നേ എഴുന്നേറ്റിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് കുർബാനയ്ക്ക് പോകാൻ തുടങ്ങി. അത്ഭുതം എന്ന് പറയട്ടെ, കുർബാനയാണ് ഏറ്റവും വലിയ ഉടമ്പടി എന്ന് എപ്പോഴും ജോസഫ് അച്ഛൻ പറയാറുണ്ട്. അതേപോലെ തന്നെ സത്യത്തിൽ ഏറ്റവും വലിയ ഉടമ്പടി വിശുദ്ധ കുർബാന തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ കുർബാനയിൽ പങ്കെടുത്ത ആ കാലഘട്ടം എപ്പോഴും ഞാൻ കൃത്യമായിട്ട് മുടങ്ങാതെ കുർബാനയിൽ പങ്കെടുക്കുമായിരുന്നു. അതിന്റെ ഫലമായിട്ട് ഞാൻ മോളോട് ഇത് വരത്തില്ലെന്ന് പറഞ്ഞല്ലോ, സാക്ഷ്യം പറയാനോട് വരത്തില്ലെന്ന് പറഞ്ഞല്ലോ. അപ്പോഴാണ് ഇവള് +1 പരീക്ഷ എഴുതിയത്. ഈ രോഗത്തോട് കൂടിയാണ് +1 പരീക്ഷ എഴുതിയത്. വളരെ ബുദ്ധിമുട്ടിയാണ്, അവൾക്ക് തല കറങ്ങിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പരീക്ഷ എഴുതുമ്പോൾ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ റിസൾട്ട് വരുന്നതിന് 2 ദിവസം മുന്നേ ഞാനിവളോട് ചോദിച്ച്, മോളെ നീ റിസൾട്ട് വരുമ്പോൾ നിനക്ക് ഫുൾ A+ കിട്ടുവാണെങ്കിൽ നീ ഈ താഴെ സാക്ഷ്യം പറയുമെന്ന് ചോദിച്ചു. അപ്പൊ മോള് പറഞ്ഞ്, ഞാൻ സാക്ഷ്യം പറയാം. എന്താണെന്ന് വെച്ചാൽ അവൾക്ക് മനസ്സിലൊരു ഉറപ്പുണ്ടായിരുന്നു, അവൾ ഫുൾ A+ ഒന്നും വാങ്ങത്തില്ല, കിട്ടത്തുമില്ല. അതുകൊണ്ട് ഒരു ആവറേജ് സ്റ്റുഡന്റ് ആണ്. അപ്പം കിട്ടത്തില്ലാത്തതുകൊണ്ട് അവൾ സാക്ഷ്യം പറയാമെന്ന് വെറുതെ പറഞ്ഞതാണ്, വെറുതെ ഒന്ന് പറഞ്ഞു നോക്കിയതാ. പക്ഷെ ഞാൻ മാതാവിനോട് കോടതിയിൽ ഇരിക്കുമ്പോഴും, ഞാൻ കോടതിയിൽ നല്ല തിരക്കുള്ള ജോലിക്കിടയിൽ പോലും ഒരല്പസമയം ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്ന സമയത്തൊക്കെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കും, മാതാവ് നാളെ റിസൾട്ട് വരികയാണ്, അമ്മ ഒരു കാര്യം ചെയ്യണം. അവൾക്ക് മെറിറ്റിൽ അവൾക്ക് കിട്ടത്തില്ലെന്നാണ് എനിക്കറിയാം, അവൾ 10ാം ക്ലാസ്സിലും ഫുൾ A+ ഒന്നും വാങ്ങിയവളല്ല. അപ്പൊ ഇവക്ക് മെറിറ്റിൽ കിട്ടത്തില്ലെന്ന് എനിക്ക് നല്ല പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ അവൾക്ക് വിശ്വാസം കൂടാൻ വേണ്ടിയും അവൾ ഇവിടെ നിന്ന് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയും മാതാവ് ഇവൾക്ക് ഫുൾ A+ കൊടുക്കണം. ഇവൾക്ക് കിട്ടിയില്ലെങ്കിൽ പോലും മാതാവ് ചെന്ന് ഇവൾക്ക് ഇട്ടുകൊടുക്കണം, അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ് മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. എപ്പോഴും ഞാൻ ഇങ്ങനെ എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പിറ്റേ ദിവസം റിസൾട്ട് ആകുന്ന സമയത്ത് ഇവൾക്ക് രാവിലെ പോകുമ്പോൾ സ്കൂളിലേക്ക് പോകുമ്പോൾ ഇവള് പേടിച്ച് പറച്ചാൽ പോയത്, അമ്മ എനിക്ക് ഇന്ന് റിസൾട്ട് വരുമല്ലേ എന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ അടിച്ച് പോകുന്നു. ഞാൻ പറഞ്ഞു, നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, മാതാവ് നിനക്ക് ഫുൾ A+ തരുമെന്ന് പറഞ്ഞു, ഒന്നും ഇല്ലെങ്കിൽ സാക്ഷ്യം പറയിപ്പിക്കേണ്ടതാണെന്ന് പറഞ്ഞു. അപ്പൊ ഇവള് പറഞ്ഞു, അതുകൊണ്ട് കിട്ടത്തില്ല, അമ്മ വെറുതെ മോഹിക്കേണ്ട. വൈകുന്നേരം ആയപ്പോൾ റിസൾട്ട് 3 മണിക്ക് റിസൾട്ട് പബ്ലിഷ് ചെയ്ത് +1 ഇവൾ എന്നെ വിളിക്കുന്നു, കോൾ ചെയ്യുന്നു. ഇവളുടെ കോൾ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. ഇവളെന്നെ കോള് വിളിച്ചു പറഞ്ഞു, അമ്മയെ എനിക്ക് പറയാൻ വാക്കുകളില്ല, എനിക്ക് 98, 93, 93, 90 അങ്ങനെ എനിക്ക് എല്ലാത്തിനും ഫുൾ A+ ഉള്ള മാർക്കാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. മാതാവിനോട് ഞാൻ അവിടെ ഇരുന്ന് കരയുകയായിരുന്നു. മാതാവ് എന്തൊരു അത്ഭുതമാണ് ഈ സംഭവിച്ചത്, എവളെ സാക്ഷ്യം പറയാൻ വേണ്ടി ആയിരിക്കുമല്ലോ. മോൾക്ക് കൂടെ പറയാനുള്ളത് ഇത് തന്നെ, മോൾക്കും കൂടെ പറയാനുള്ളത് ഞാൻ എന്റെ മോളുടെ കയ്യിലേക്ക് കൊടുക്കാം. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ചിക്കൻ ബോക്സിന്റെ കാര്യം തന്നെയാണ്. എല്ലാവരും ചിക്കൻ ബോക്സിന്റെ കാര്യം പറയുമ്പോൾ അവർക്ക് നടുവേദന, തലവേദന അങ്ങനെയുള്ള കുറെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കുമായിരുന്നു, ഇത്രയും വലിയ സംഭവമാണ് ചിക്കൻ ബോക്സ് എന്നിട്ട്. അപ്പോൾ പെട്ടെന്നാണ് ചിക്കൻ ബോക്സ് വന്നത്, അറിയത്തില്ലായിരുന്നു ചിക്കൻ ബോക്സ് ആണെന്ന്. അങ്ങനെ വന്ന് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ബോഡി ഫുള്ള് കുരുവായി. ഫേസിലോട്ടൊന്നും വന്നില്ല, ബോഡി ഫുള്ള് കുരുവായി. പക്ഷേ എനിക്ക് തലവേദന, നടുവേദന അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. അപ്പോഴൊക്കെ അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ട്. പക്ഷേ അത്ര വിശ്വാസം എനിക്കില്ലായിരുന്നു. ഞാൻ സാക്ഷ്യം പറയാൻ വരത്തില്ല എന്ന് പറഞ്ഞു, വന്നാലും താഴെ വന്നിരിക്കും, അമ്മ പറയണമെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് എനിക്ക് വയ്യാണ്ടിരുന്ന ടൈമിലാണ് ഞാൻ എക്സാം എഴുതാൻ പോകുന്നത് +1. അപ്പോൾ നല്ല റിസൾട്ട് കിട്ടത്തില്ലെന്ന് ഞാൻ ഉറപ്പിച്ചതാണ്. അങ്ങനെ അമ്മയോട് പറഞ്ഞു, നല്ല റിസൾട്ട് ഉണ്ടെങ്കിൽ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു. നല്ല റിസൾട്ട് എനിക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് ഞാൻ നന്നായിട്ട് എഴുതിയിട്ടില്ല, മാതാവ് അനുഗ്രഹിച്ചത് കൊണ്ട് മാത്രമാണ് എക്സാമിൽ നല്ല മാർക്ക് കിട്ടിയത്. എനിക്ക് നല്ല ഉറപ്പുണ്ട്. മാതാവിനും നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പത്രം വാങ്ങിച്ച് ഇവളുടെ ഇത് പത്രം കൊടുക്കുമ്പോൾ ഇവള് പറയുമായിരുന്നു ആദ്യം അമ്മ കൊണ്ടേ കൊടുക്കുക, എനിക്ക് പറ്റത്തില്ല, അവര് നാണക്കേടാണ്. അടുത്തുള്ള കടകളിലൊക്കെ ഞാൻ ഇവളെ കൊടുത്തു വിടും. ഞാൻ പറയും, മകളെ ഈ 2 പത്രം ഒന്നുകൊണ്ട് ഓടിക്കൊണ്ട് കൊടുക്കുക, അമ്മ കൊടുത്താൽ മതി. എനിക്ക് സമയം കിട്ടത്തില്ലാത്തതുകൊണ്ട് ഞാൻ പറയും, മകളെ നീ ഒന്ന് കൊടുക്കുക. ഞാനും കൊടുക്കും. ഞാൻ ഓഫീസിലുള്ളവരോടൊക്കെ ക്രൈസ്തവരാണ് കൂടുതലും എന്റെ ഫ്രണ്ട്സ് എല്ലാം. അപ്പൊ അവരോടൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും. അപ്പൊ എല്ലാവരോട് ചോദിക്കും, ഏഞ്ചൽ ഇപ്പൊ ഉടമ്പടിയിലാണ്, പത്രമൊക്കെ എല്ലാവർക്കും തരുന്നുണ്ടല്ലോ എന്നൊക്കെ പറയും. അങ്ങനെ ഞാൻ അവർക്ക് എല്ലാവർക്കും പറ്റാവുന്നവർക്കൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയാണ് ഞങ്ങൾക്ക് സംഭവിച്ച അത്ഭുതവും ഞങ്ങളുടെ ചുറ്റുപാടുകളും ഈ
ഈ കൃപാസനമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അമ്മ പ്രത്യക്ഷപ്പെട്ടതിനെ കുറിച്ചും അച്ഛൻ പ്രത്യക്ഷപ്പെട്ടതിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. 2004 ഡിസംബർ 7 തീയതി ഇങ്ങനെ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ടതാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ എന്റെ ഓഫീസിൽ വരുന്ന ഞാൻ ഉപവസിക്കുമ്പോൾ ബുധനാഴ്ച ശനിയാഴ്ചയൊക്കെ ഉപവസിക്കുമ്പോൾ ആ ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള സാഹചര്യം ഞാൻ ഒരുപാട് കൊണ്ടു നടന്നൊന്നും കൊടുക്കത്തില്ല. പക്ഷെ എന്റെ ഓഫീസിലേക്ക് വരുന്നവരിൽ എനിക്ക് അറിയാൻ പറ്റും. അപ്പൊ അവർക്ക് ആർക്കെങ്കിലുമൊക്കെ പിന്നെ ഇത് അതിനുവേണ്ടി പ്രതികളായിട്ടോ അല്ലെങ്കിൽ വാദികളായിട്ടോ ഒക്കെ വരുന്നവരൊക്കെ അവർക്കൊക്കെ ആർക്കെങ്കിലുമൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കും, ഫുഡ് വാങ്ങിച്ചു കൊടുക്കും. പിന്നെ അവിടെ ജോലിക്കാർ വരുമ്പോഴാണെങ്കിലും അവരുടെ സ്നേഹത്തോട് പെരുമാറുകയും അവർക്ക് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യുകയൊക്കെ ചെയ്യും. ഒരുപാട് പേരൊക്കെ നമ്മുടെ ഓഫീസുകളിലൊക്കെ കയറി ഇറങ്ങി എന്തെങ്കിലും വസ്തുക്കൾ വിൽക്കാനൊക്കെ വരത്തില്ലേ. അപ്പൊ ആ സമയത്തൊക്കെ ആണെങ്കിലും ഞാൻ അവർ കൂടുതൽ പൈസ കൊടുത്ത് ഒരു 100 രൂപയുടെ സാധനമാണെങ്കിൽ 200 രൂപ കൊടുത്ത് അവർക്ക് അത്രയോ ആകുമല്ല, അവർ നമ്മളെപ്പോലെ ജോലി എടുക്കാൻ നടക്കുന്നവരല്ലേ എന്നുള്ള ധാരണയിൽ ഞാൻ അവർക്ക് ചെയ്യാറുണ്ട്. ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്ന പ്രേക്ഷണ പ്രവർത്തനങ്ങൾ. പിന്നെ വിശുദ്ധ കുർബാനയുടെ കാര്യം ഞാൻ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാറുണ്ട്.